இந்த உலகத்திலே பெரிய ஆளுங்கப்பா. நான் உன் வழிக்கு இனிமே வராம இருக்க ஒரு கண்டிஷன். ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന മുകേഷ് എം നായർ. നമ്മുടെ കോവിഡ് സമയത്തൊക്കെ ഫുഡ് ബ്ലോഗിലൂടെ തുടങ്ങി ഒരു അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറായി മാറിയ മുകേഷ് എം നായരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. വ്ലോഗിംഗ് മാത്രമല്ല കേട്ടോ, ആളൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. ലാലേട്ടന്റെ ഫിഗറൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ഉദ്ഘാടനത്തിന്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ സാക്ഷാൽ ഹണി റോസ് വരെ ഈ പുള്ളിക്കാരന്റെ മുന്നിൽ തോറ്റുപോകും. 1000-ലധികം ഉദ്ഘാടനങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതിന് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മുകേഷ് എം നായരുടെ നേട്ടങ്ങളെ വാഴ്ത്തി പാടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇയാളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരു അലിഗേഷൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേയുടെ ഒരു ഭാഗമായിട്ട് ഇയാൾ ഷഡ്ഡി മാത്രം ഇട്ട് വെച്ചിട്ട് ഒരു കുറെ പെണ്ണുങ്ങളുടെ കൂടെ ഒരു റീൽസ് ഷൂട്ട് ചെയ്യുന്നു. അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ആക്കി. 8-10 പെണ്ണുങ്ങളുണ്ട്. അവർ കുടിക്കുന്നു, വലിക്കുന്നു, ആഘോഷിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ ഷഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെ സുഖിക്കുന്നു. അതാണ് വീഡിയോ. ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. நீங்களாம் புண்ணியம் தேடி காசிக்கு போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா. நான் உன் வழிக்கு இனிமே வராம இருக்க ஒரு கண்டிஷன். அண்ணே, அது என்ன கண்டிஷன் அண்ணே? കണ്ടല്ലോ, അണ്ണന്റെ ഒക്കെ ഒരു ടൈം അല്ലേ. സംഭവം അമേരിക്കയിലെ പ്രശസ്ത ബിസിനസ്മാനും ഇൻഫ്ലുവൻസറും ഒക്കെയായ ഡാൻ ബിൻസെറിയനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചാണ് പുള്ളിക്കാരൻ. പക്ഷെ പണിവാളി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉണ്ടായിരുന്നു. ആകെ 15, 16, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഈ റീലിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അഭിനയിക്കുക മാത്രമല്ല, ഷൂട്ടിങ്ങിനിടെ ഇയാളുടെ തുടയിൽ കയറിയിരിക്കാനും നെഞ്ചിൽ കിടക്കാനും അങ്ങനെയൊക്കെ കുറെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു എന്നും പറയുന്നുണ്ട്. ഈ പെൺകുട്ടി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആരോപിക്കുന്നത്. ആരോപിച്ചതാണോ ഇനി ആരോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിർബന്ധിച്ചതാണോ എന്നും അറിയില്ല. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് തിരുവനന്തപുരത്തെ ഒരു ഫുഡ് ബ്ലോഗറാണ്. ഈ മുകേഷ് എം നായരും ഈ പുള്ളിക്കാരനും തമ്മിൽ എന്തൊക്കെ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പുള്ളിക്കാരൻ ഇതിന് പകരം വീട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ വിഷയമൊക്കെ നേരത്തെ നടന്നിട്ടുള്ളതല്ലേ. എന്തായാലും ഈ പെൺകുട്ടി മൈനറാണ്. വിഷയം എന്തായാലും ഭയങ്കര രൂക്ഷമായിട്ട് ബാധിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണവും ഒക്കെ ആയിട്ട് ആകെ കോംപ്ലിക്കേഷൻ ആയിട്ടിരിക്കുകയാണ്. മുകേഷിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്നവര് സീരിയൽ നടിയായിട്ടുള്ള സാന്ത്വന കൃഷ്ണയും അതുപോലെ തന്നെ മോഡലായിട്ടുള്ള അൻസിയുമാണ്. എനിക്ക് തോന്നി നേരത്തെ വിവാദമായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ അഭിനയിച്ചവരാണെന്ന് തോന്നുന്നു ഇവരൊക്കെ. അപ്പൊ എന്തായാലും ഇത് പുറത്തു കൊണ്ടുവന്ന ഈ പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. പുള്ളിക്കാരനാണല്ലോ ഇത് തുടങ്ങി വെച്ചത്, അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കള്ളക്കേസുകളുടെയും ഗുണ്ടകളുടെയും ഒരു നീണ്ട എൻകൗണ്ടർ പരമ്പര ഇന്ന് എന്റെ ലൈഫിൽ നടക്കുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് മുകേഷ് നായർ പറയുന്നത് ഈ നാറിക്കെതിരെ ഞാൻ വീഡിയോ ഇടുന്നത്. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. വളരെ ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കേട്ടോ. എവന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്തവര് ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തോളൂ. 15 വയസ്സുള്ള ഒരു പെൺകുച്ചിനെ വെച്ചുകൊണ്ട് അണ്ണൻ വാലന്റൈൻസ് ഡേക്ക് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീൽ കണ്ടന്റ് കാണുന്നവർക്ക് മനസ്സിലാവും അൺറേജ്ഡ് ആയിട്ടുള്ളൊരു ആളിനെ, അത് പയ്യനായാലും മുകേഷാണെന്നുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അണ്ണൻ ആ വീഡിയോയിൽ വലിച്ചു വിടുന്ന ഒരു സംഭവമുണ്ട്. ഏന്നറിയാമോ? മറ്റേ ഈ സിഗരറ്റ്. അത് ഇന്ത്യയിൽ നിരോധിച്ച സംഭവം. അത് ഉപയോഗിക്കാൻ പാടില്ല. ആ സാധനം ഉൾപ്പെടെ അങ്ങനെ ഉപയോഗിച്ച് ഈ പെൺകൊച്ചിനല്ല, ഒരുപാട് പെൺപിള്ളേരുണ്ട്. അതില് പ്രസ്തുത പെൺകുട്ടിക്ക് 18 വയസ്സിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി പെൺകൊച്ചിന് വീട്ടുകാരും പറയുന്നത് അവരുടെയൊക്കെ അറിവോട് കൂടിയാണ് അണ്ണനോട് അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസിന് സ്വമേധ കേസെടുക്കാം. മനസ്സിലായോ? വീട്ടുകാരുടെ അറിവോട് കൂടിയാണ് പെൺകൊച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുക്കും. ഈ വീഡിയോ ചെയ്ത ക്യാമറാമാനെതിരെയും പോലീസ് കേസെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും. ഓക്കെ, അപ്പൊ സംഭവം ശരിയാണ്, അണ്ടർഏജ്ഡ് ആണ്. ഈ പെൺകുട്ടി സ്വയം ഇഷ്ടപ്രകാരം പോയതാണെന്ന് പറഞ്ഞാലും അത് ബോക്സോ കേസാവും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ മുകേഷിനെതിരെ കേസെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ കേസ് എടുക്കണമെന്നാണ് പറയാനുള്ളത്. വീട്ടുകാരാണല്ലോ ഈ പെൺകുട്ടി ഇമാതിരി വീഡിയോ ഷൂട്ടിനൊക്കെ കൊണ്ടു നടക്കുന്നത്. മറ്റാരും ഇത് അറിയാതെ പോയ ഒരു വിഷയമായിരുന്നു. പുള്ളിക്കാരനാണ് ഇത് പൊക്കിക്കൊണ്ട് വന്നത്. പിന്നെ ഒരു കാരണവും ഉണ്ട് കേട്ടോ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. സോ അതും കൂടി കേട്ടോക്കാം. പണ്ട്, അതായത് കഴിഞ്ഞ ഓണത്തിന് അണ്ണൻ എനിക്കൊരു കേസ് കൊടുത്തു. അണ്ണന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകൊച്ചിനെ വെച്ചിട്ട് ഒരു പെണ്ണ് കേസാണ് കൊടുത്തത്. ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് പോയി, ഫ്രണ്ട് വക്കീലാണ് പ്രേംസായി. ഞാനുമായിട്ട് സ്റ്റേഷനിൽ പോയി കേസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർ വിളിപ്പിച്ചതിന്റെ ഉള്ളിലാണ് പോയത്. അന്വേഷിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത് കള്ളക്കേസാണോ. അപ്പം നമ്മൾ ആ സ്റ്റേഷനിൽ എസ് ഐയോട് പറഞ്ഞു, സാർ കേസ് എടുത്തോളൂ, നമുക്ക് കോടതിയിൽ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി എസ് ഐ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ, മുകേഷ് നായരെ എന്റെ കൂടെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞു, അവൻ എന്റെ സുഹൃത്താണ്. കാർത്തിക് മുകേഷ് നായരെ വിളിച്ചിട്ട് ഈ കേസ് സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ഞാൻ മുകേഷിനെ വിളിച്ച് മാപ്പ് പറഞ്ഞാലും ഈ കേസ് പിൻവലിക്ക് എന്തിനു വെറുതെ മുമ്പ് ഇവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചു. മുകേഷ് നായരെ ടിക്ടോക്ക് ബാനായ സമയത്ത് എവിടെ നിന്നൊക്കെയോ എന്റെ നമ്പർ തപ്പി പിടിച്ച് എന്റെ സഹായം വേണമെന്ന് പറഞ്ഞ് എന്റെ സഹായത്തിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കൊടുക്കാനാണ് നീ. ഓക്കെ, ആ ഗ്രോത്തിൽ തന്നെ നീ ഒരുപാട് ഹോട്ടൽ ഓണേഴ്സിനെ പറ്റിച്ചു. 3 കോടിയുടെ അഴിമതി ഉൾപ്പെടെ നീ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നീ കാണിച്ച
കാണിച്ചിട്ടുള്ള സകല ഫ്രോഡ് പരിപാടികളും എണ്ണിക്കഴിഞ്ഞാൽ ഈ ആയുസൊന്നും തീരത്തില്ല. ഒറ്റ കാര്യം പറയുള്ളൂ, നീ എനിക്കെതിരെ പല പരിപാടികളായിട്ട് പറയുന്നത് എനിക്കറിയാം, എനിക്ക് തന്നെ പേടിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളിക്കാരനും ഈ മുകേഷും നായരും തമ്മിൽ നേരത്തെ എന്തോ ഇഷ്യൂ ഒക്കെ നടന്നിട്ടുള്ള അതിന്റെ ഒരു പകപോക്കൽ കൂടി സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട്. അതെന്തേലും ഒക്കെ ആട്ടെ, ഈ പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ ആരോപണം വാലിഡ് ആണെന്നാണ് തോന്നുന്നത്. കാരണം അറിഞ്ഞെടുത്തോളം ആ പെൺകുട്ടി മൈനറാണ്. മുകേഷും നായർ മോശമായി പെരുമാറിയെന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഷൂട്ടിന്റെ ഇടയില് ഈ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് എന്നെ പിടിച്ചിട്ട് അഞ്ച് എന്താണ് ഉണ്ടെന്ന് പറഞ്ഞത്, ഈ ജസ്റ്റ് ഫ്രണ്ടിൽ ഇരുന്നാൽ മതി എന്നോട് പറഞ്ഞു മോനെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ടൈമില് അവിടെ ഇരുന്ന സ്ഥലത്ത് അവിടെ അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ വീട്ടിൽ കാണാമല്ലോ, ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തിയിട്ട് ഇയാള് അത്യാവശ്യം നല്ല ബേഡ് ടച്ച് ഉണ്ടാകുന്ന ചേട്ടാ, ഒപ്പറേറ്റ് പറയാം, ബേഡ് ടച്ച് ചെയ്തു, ഇയാള് ഹിറ്റ് കയറി പിടിക്കായിരുന്നു. ഇനി ഈ പെൺകുട്ടിയും ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന അയാളും തമ്മിൽ സംസാരിക്കുന്ന ഒരു ക്ലിപ്പും കൂടിയുണ്ട്. അതുകൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ മോർണിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ നോർമൽ ഷൂട്ടിന് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ CEO അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു, പൂൾ സൈഡിലെ ഷൂട്ടാണ്, മുകേഷാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി രണ്ടുപേരെ കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. അപ്പൊ അവിടുത്തെ പറയുകയും ചെയ്തു, ഇറങ്ങിപ്പോകുന്ന ആർക്കും ഫോട്ടോസും പിക്കൊന്നും തരത്തില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയില് ഈ ആളുടെ ബെഡിൽ കിടക്കുവാണല്ലോ, അപ്പം ആളുടെ കാലിന്റെ മേളിൽ കിടക്കാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പെൺകുട്ടിയുടെ ആരോപണങ്ങളൊക്കെ കേട്ടല്ലോ അല്ലെ. പക്ഷെ ഇതൊക്കെ ഈ പെൺകുട്ടി വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് മുകേഷ് നായരോട് ഈ പെൺകുട്ടി പൈസ ചോദിച്ച സമയത്ത് കൊടുക്കാണ്ടിരുന്നതിന്റെ ദേഷ്യം കൊണ്ട് പറയുന്നതും ആണ് എന്നുമൊക്കെയാണ് മോഡലുകളായിട്ടുള്ള രണ്ടുപേര് രംഗത്ത് വന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുകേഷിന് വേണ്ടി സംസാരിക്കുന്ന രണ്ട് പെണ്ണുങ്ങൾ അവർ ഇതുപോലെ തന്നെ ഈ ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന അയാൾക്കെതിരെയും ഈ മൈനറായ പെൺകുട്ടിക്കെതിരെയും എന്തൊക്കെയോ തെളിവുകൾ പൊക്കിക്കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ മൈനറായ പെൺകുട്ടിയെ കരിവാരി തേക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഈ മൈനറായ പെൺകുട്ടിയുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ആ പെൺകുട്ടിയുടെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നാട്ടിൽ പറയുന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരികൾ വന്ന് പറയുന്നത്. അതൊക്കെ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇനിയും നമ്മുടെ കയ്യിൽ തെളിവുണ്ട് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണ് എന്നുള്ളതല്ലേ. അപ്പോ പൊതുവേ ഈ അമ്മ ഇങ്ങനെ കുട്ടിയെ കൊണ്ടു നടക്കുന്നതിൽ പൊതുവേ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു റീല് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു, വന്നു, ചെയ്തിട്ട് പോയി. പുള്ളിയുടെ ജാതകം എന്താണ്, വയസ്സ് എന്താണ്, വീട്ടിലാരുണ്ടെന്ന് ചെയ്യാറില്ല, അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ശരി. അപ്പൊ ഒരു ഷൂട്ടിന് വിളിക്കുന്ന സമയത്ത് അതിൽ അഭിനയിക്കുന്ന പെൺകുട്ടി മൈനർ ആണോ അല്ലയോ എന്നൊക്കെ നോക്കേണ്ടത് ആ ഷൂട്ട് നടത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതായത് പ്രാർത്ഥന ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ജാതകവും വയസ്സും ഒക്കെ നോക്കേണ്ടി വരുമെന്ന് അർത്ഥം. പെൺകുട്ടി മൈനർ ആണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിലൊന്നും അവളെ അഭിനയിപ്പിക്കരുത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇനിയിപ്പോ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പെൺകുട്ടി മൈനർ ആണോ എങ്കിൽ അവിടെ തീർന്നു നിങ്ങളുടെ വാദങ്ങളുടെ എല്ലാം പ്രസക്തിയും. അത് മനസ്സിലാക്കിയാൽ നന്ന്. എന്തായാലും ഈ പെൺകുട്ടി മുകേഷ് നായർക്കെതിരെ കേസ് കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും യഥാർത്ഥത്തിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് കേസ് അന്വേഷണത്തിലൂടെ അറിയാൻ കഴിയട്ടെ. അങ്ങനെ വിചാരിക്കല്ലേ, ആർക്കറിയാം, മിക്കവാറും ഇതൊക്കെ കോംപ്രമൈസ് ആയി പോകാനാണ് സാധ്യത. എന്തായാലും കൂടുതലൊന്നും ഞാനിത് പറയുന്നില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.